ശ്രീ പി ടി ആചാരി, എന്തായാലും ഈ ഭേദഗതി ബില്ല് ഇന്ന് വോട്ടിനിട്ടു. അതിനുശേഷം ഇപ്പോൾ JPCക്ക് അയച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ 2030 ശേഷം നിയമസഭ, ലോക്സഭ തിരഞ്ഞെടുപ്പുകൾ ഒരു കുടക്കീഴിലേക്ക് ഒറ്റ ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പങ്കുവച്ചിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ സവിശേഷ സാഹചര്യത്തെ നോക്കിക്കാണുന്നത്? അതെ, എൻ്റെ അഭിപ്രായത്തിൽ ഇതിപ്പം പ്രധാനമന്ത്രിയുടെ ഒരു ഐഡിയ ആണല്ലോ. അതനുസരിച്ചാണ് ഇപ്പോൾ ഇവർ ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ 5 വർഷത്തിൽ ഒരിക്കൽ ഇലക്ഷൻ നടത്തിയാൽ മതി എന്നുള്ള ഒരു ചിന്തയാണത്. ഇതില് ഭരണഘടനാപരമായിട്ട് നോക്കുമ്പോൾ നമ്മുടെ ഈ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ്. അതായത് കേശവാനന്ദ ഭാരതി ജഡ്ജ്മെന്റ് അനുസരിച്ച് സുപ്രീം കോർട്ടിന്റെ ഈ ഫെഡറൽ സ്ട്രക്ചറിൽ മാറ്റം വരുത്താൻ പാർലമെന്റിന് അധികാരമില്ല എന്നാണ്. അപ്പൊ ഈ ബില്ല് നമ്മൾ ഇത് പരിശോധിക്കുമ്പോൾ ഇതില് അസംബ്ലികളുടെ കാലാവധി വളരെ അനിശ്ചിതമാകുന്നു എന്നുള്ളതാണ്. അസംബ്ലികൾ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയ ലെജിസ്ലേറ്റീവ് ബോഡികളാണ്. അത് പാർലമെന്റിനെ ഡിപ്പെൻഡ് ചെയ്തല്ല അസംബ്ലികൾ ഫങ്ഷൻ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അതിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫെഡറൽ സ്കീം തന്നെ അങ്ങനെയാണ്. കാരണം ഇതിന് അസംബ്ലികൾക്ക് വേണ്ടി കാലാവധി പ്രത്യേകമായിട്ട് നിശ്ചയിച്ചിരിക്കുകയാണ്. അത് പാർലമെന്റുമായിട്ട് ബന്ധപ്പെടുന്നതല്ല. അപ്പോൾ പാർലമെന്റിന്റെ കാലാവധി ഡിപ്പെൻഡ് ചെയ്ത് വേണം ഇനി അസംബ്ലികളുടെ കാലാവധികൾ എന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ ആ ബേസിക് സ്കീമിൽ തന്നെ മാറ്റം വരുത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അസംബ്ലികളുടെ ആ ഒരു ഇൻഡിപെൻഡൻസ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അത് ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും അവിടെ ശ്രീ PDT ആചാരി, ഈ രാംനാഥ് കോവിന്ദ് സമിതി സാഹചര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചുവല്ലോ. ഇപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു തൂക്കസഭയോ അല്ലെങ്കിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പൊക്കെ വന്നാലുണ്ടാവുന്ന അനിശ്ചിതാവസ്ഥ, ഇതൊക്കെ പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ പ്രതിപക്ഷം പറയുന്ന ഈ ഫെഡറലിസം തച്ച് തകർക്കുന്നതാണ്. പാർലമെന്റിന്റെ കീഴിലേക്ക് ഈ നിയമസഭകളുടെ കൂടി അധികാരങ്ങൾ അല്ലെങ്കിൽ ആ പ്രക്രിയ ആ സംവിധാനത്തിന് കീഴിലേക്ക് വരുന്ന തുടങ്ങിയ പ്രധാനപ്പെട്ട കൺസേൺ കൂടി പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്നുണ്ട്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. എന്റെ അഭിപ്രായം അത് തന്നെയാണ്. പക്ഷെ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി ഈ ഫെഡറൽ സംവിധാനത്തിനെ കുറിച്ച് വളരെ ഒരു പാസിംഗ് റെഫറൻസ് മാത്രമേ നടത്തിയിട്ടുള്ളൂ. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് അവർ പോയിട്ടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എനിക്കത് വായിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും വളരെ ഡീറ്റെയിൽ ആയിട്ട് അവർ പരിശോധിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. കാരണം അതാണ് അതിനകത്ത് പ്രധാന കാര്യം. കാരണം അസംബ്ലികളുടെ ഒരു കാലാവധി എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് ഓഫ് പാർലമെന്റിന്റെ കാലാവധിയുമായിട്ട് ബന്ധപ്പെടുന്നതേ അല്ലായിരുന്നു. അത് 1952 ഇതെല്ലാം കൂടി ഡിവിഷൻ എടുത്തെന്ന് പറഞ്ഞാൽ അന്ന് അങ്ങനെയാണ്. കാരണം തുടക്കത്തിൽ അങ്ങനെ ആയിരിക്കുമല്ലോ എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ അസംബ്ലികളുടെ കാലാവധി പാർലമെന്റിന്റെ കാലാവധിയെ ആശ്രയിച്ചിരിക്കും എന്നുള്ളൊരു അടിസ്ഥാനത്തിലല്ലത് അന്നൊന്നും ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇപ്പോഴത് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള അമെന്റ്മെന്റ്സ് ആണ് ഇപ്പൊ വരുത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഫെഡറൽ സംവിധാനത്തിനെതിരായിട്ടുള്ള അതിനെ ലംഘിക്കുന്ന ഒരു പ്രൊവിഷനാണിത്. അതുകൊണ്ട് തന്നെ അത് പാർലമെന്റിന് ആ നിയമം പാസ്സാക്കാൻ അധികാരമില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം കേശവാനന്ദ ഭാരതിയുടെ ജഡ്ജ്മെന്റ് നിലനിൽക്കുന്നിടത്തോളം കാലം ബേസിക് സ്ട്രക്ചറിനെ ഓൾട്ടർ ചെയ്യുന്ന ഒരു കാര്യങ്ങളും പാർലമെന്റിന് നിയമമായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് അസംബന്ധമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. തീർച്ചയായും അപ്പോൾ ഒരു നിയമ പോരാട്ടത്തിലേക്ക് ഒരുപക്ഷെ പോയേക്കാമെന്ന സൂചന തന്നെയാണ് ഉണ്ടാകുന്നത്. എന്തായാലും PDT ആചാരി ലോക്സഭ മുൻ സെക്രട്ടറി ജനറലാണ് പ്രതികരണം നടത്തി. അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം പ്രതിപക്ഷത്തിന്റെ ഈ ആശങ്കകൾക്ക് അടിസ്ഥാനം ഉണ്ട് എന്നുള്ളതാണ്.